ഫ്രണ്ട്സേ, ധന്യാണേ. അപ്പോഴേ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ ആളുകൾ ചോദിച്ചു, എന്താ ധന്യനെ കാണാനില്ല, ധന്യ വീഡിയോ ചെയ്യാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടപ്പാച്ചിലാണ് ജീവിതം. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിൽ തന്നെയാണ് എനിക്ക്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. വെറുതെ വെറുതെ പറഞ്ഞിട്ട് ഇതൊരു പരാതിപ്പെട്ടിയായിട്ടുള്ള ചാനൽ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ചങ്കിൻ്റെ ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും ചിരിച്ച് കാണിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും പഴയതുപോലെ തിരിച്ചു വരുന്നതായിരിക്കും. ഞാൻ എൻ്റെ കച്ചവടവും അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഉണ്ണിയപ്പം കച്ചവടവും ഉച്ചയ്ക്ക് ഊണുമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണിന് പിന്നെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഞാൻ നമ്മുടെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ പാവപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കാരണമാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും തരുന്ന ആ ഒരു പിന്നെ ഓർഡർ കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും എൻ്റെ കുടുംബത്തെ ഞാൻ പോറ്റുന്നത് കേട്ടോ. ഞാൻ എവിടെ വേണമെങ്കിലും തുറന്ന് പറയും. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 15 പേർക്ക് ഭക്ഷണത്തിന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ചേർന്നിട്ട് ആ ഒരു ദൗത്യം ഏറ്റെടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ അമ്മമാർ ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം കുറേ ആൾക്കാർക്ക് പല വിഷമങ്ങളും പറയാനുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഭക്ഷണം വാങ്ങിക്കുന്നത്. റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകളുണ്ട്, അല്ലാതെ ഡെയിലി വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഫുഡ് തരുമ്പോൾ അവർക്കതൊരു സന്തോഷമാണ്. കാരണം ഒരു അച്ഛൻ പറയുന്നുണ്ട്, ഒരു വയസ്സായ ഒരു അച്ഛൻ പറയുന്നത്, എനിക്കും എൻ്റെ പേരക്കുട്ടിക്കും വേണം മകനെ ഭക്ഷണം കൊണ്ടുപോകണം, എനിക്ക് വീട്ടിൽ ആരുമില്ല, കുട്ടിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, ഞാൻ മാത്രമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഭക്ഷണം അവിടെ എത്തിക്കാതിരിക്കാൻ കഴിയുക? എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അവിടെ എത്തിക്കും. പിന്നെ ഞാൻ കുറച്ച് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ കൈ നീട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഭക്ഷണത്തിന് വേണ്ടി ഞാനിങ്ങനെ ഓരോ ആളുകളിൽ നിന്ന് കൈ നീട്ടുമ്പോൾ പല ആളുകളും എന്നെ പരിഹസിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് വിഷയമല്ല. പിന്നെ ഞാനിങ്ങനെ ഭക്ഷണം കൊടുത്ത് അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് നമ്മുടെ വീടെത്തിയിട്ട് എനിക്ക് കുറച്ച് വായനാശീലം ഉള്ള ആളാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നമ്മുടെ പിന്നെ ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഖുർആൻ്റെ പരിഭാഷ കിട്ടിയിട്ടുണ്ടായിരുന്നു, മലയാളം പരിഭാഷ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇടയ്ക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കാറുണ്ട്. ഒന്നാമത് എനിക്ക് വായിക്കാൻ സമയം കിട്ടാറില്ല, കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയതും അതിൽ വന്ന ഒരു അധ്യായം അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് പിന്നെ ഖുറാനിലെ അധ്യായം ഏകദേശം അവസാനത്തെ അധ്യായങ്ങളിൽ 107ാമത്തെ അധ്യായമായ അൽ മാഊൻ എന്ന് പറയുന്ന ആ ഒരു അധ്യായത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയ അധ്യായമാണെങ്കിലും ഒരുപാട് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് ഈ 107ാമത്തെ അധ്യായം. നിങ്ങൾക്കറിയാമായിരിക്കാം. എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ആ അധ്യായത്തിൻ്റെ അൽ മൗൻ എന്ന് പറയുന്ന ആ അധ്യായത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? നമ്മൾ ഉപകാരം അല്ലെങ്കിൽ സഹായം എന്നൊക്കെയാണ്. അപ്പോഴേ ഇതാട്ടോ ഖുർആൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ഇതിൽ പറയുന്നത്, മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടോ, അവൻ അനാഥയെ ആട്ടി അകറ്റുന്നവനാണ്, അഗതിക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനും. ഈ ഒരു അധ്യായം 107 അൽ മൗനിലെ 1, 2, 3 വചനങ്ങളാണ് എന്നെ ചിന്തിപ്പിച്ചത് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ അഗതികൾക്കും അനാഥർക്കും ഭക്ഷണം കൊടുക്കാത്തവരും അല്ലെങ്കിൽ അവരെ ആട്ടി ഓടിക്കുന്നവരും അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാത്തവരൊക്കെ പിന്നെ ശരിക്കും നമ്മുടെ മതത്തിൽ പെട്ടവനല്ല എന്ന് പറയുന്ന ഒരു കാര്യവും, അതേപോലെ തന്നെ പിന്നെ നല്ല മനസ്സിൻ്റെ ഉടമകൾ എന്നും നല്ലതിന് വേണ്ടി കൂട്ടുനിൽക്കും. അപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ഇതിനൊരു എന്താ പറയുക, ഈ ഒരു അധ്യായത്തിൻ്റെ ഭാഗമല്ലേ എന്നെനിക്കൊരു സംശയം തോന്നിപ്പോയി. കാരണം ഞാൻ മുഖേന നിങ്ങളെല്ലാവരും ഈ ഒരു അധ്യായം, എന്നെക്കാൾ മുന്നേ ഇത് പഠിച്ച ആളുകളാണ് ഈ ഓരോ വീഡിയോ കാണുന്ന ആളുകളും. അപ്പോൾ ഞാൻ മൂലം നിങ്ങളെല്ലാവരും ചെയ്യുന്നത് ഈ ഒരു അധ്യായത്തിലെ കാര്യമല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അനാഥർക്കും അഗതികൾക്കും ഒക്കെ നിങ്ങൾ
സഹായം നൽകുന്നു, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നു. അതൊക്കെ യഥാർത്ഥ ഒരു വിശ്വാസിക്കേ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി കേട്ടോ. അത് ഏത് മതവിശ്വാസിയായാലും ശരി, ഹിന്ദു മതവിശ്വാസിയായാലും ക്രിസ്ത്യൻ മതവിശ്വാസിയായാലും മുസ്ലിം മതവിശ്വാസിയായാലും ശരിക്കും നമുക്ക് നമ്മുടേതായ ഒരു ധാരണയുണ്ടാവണം. നമ്മൾ മനുഷ്യരായിരിക്കണം, ഒപ്പം തന്നെ നമ്മൾ നല്ല ദൈവവിശ്വാസികളായിരിക്കണം. അങ്ങനെ നമുക്ക് മറ്റുള്ള ആളുകളെ അവരുടെ ആ ഒരു ചൈതന്യം കാണാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു അൽമാവുൻ എന്ന് പറയുന്ന ഈ ഒരു അധ്യായം 107 ഈ ഒരു അധ്യായം എന്നെ വളരെ ചിന്തിപ്പിക്കുകയും അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തത് ദൈവത്തിൻ്റെ വിധി തന്നെയായിരിക്കാം. കാരണം ദൈവമാണ് എല്ലാത്തിനും ഉപരി, ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ ദൈവം പറയുന്നത് എന്താണോ അതേ നടക്കുള്ളൂ എന്ന് എനിക്ക് 100% അറിയാം. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് കൈനീട്ടുന്നത് ഒരു പക്ഷേ ഈ ഒരു അധ്യായം അല്ലെങ്കിൽ ഈ ഒരു ഖുർആൻ ഇന്നും ഇന്നലെയും ഇറങ്ങിയതൊന്നുമല്ല, നേരത്തെ ഇത് എഴുതി വെച്ചിരിക്കുന്നു. പക്ഷേ എനിക്കിപ്പോൾ 36 വയസ്സാവാൻ പോകുന്നു. ഞാനാണ് ഇന്നാണ്, ഇപ്പോൾ മെയ് 2, ഇന്നാണ് ഇപ്പോൾ ഞാനിത് കാണുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഈ ഒരു ഖുർആൻ ഉണ്ടായിട്ട് പോലും ഞാനത് നോക്കിയിട്ടില്ല. പക്ഷേ അതും ദൈവത്തിൻ്റെ ഒരു വിധി തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനും നിങ്ങളുമൊക്കെ മുന്നോട്ട് പോകുന്നത് ഓരോ ദൈവത്തിൻ്റെയും കടാക്ഷങ്ങൾ കൊണ്ടാണ്. ഓരോരുത്തർക്കും അവനവൻ്റേതായ മതവിശ്വാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും എന്താ പറയുക, ബഹുമാനിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആരെയും ശത്രുക്കളായും കണ്ടിട്ടില്ല, ആരെക്കുറിച്ചും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല എന്ന് വരെയായിട്ട്. അപ്പോൾ എന്തായാലും അൽമാവുൻ എന്ന് പറയുന്ന ഈ ഒരു അധ്യായം വല്ലാതെ മനസ്സിലൊന്ന് ആഴത്തിലിറങ്ങി ചിന്തിപ്പിച്ചത് കൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം ഞാനും നിങ്ങളുമൊക്കെ ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും ഒരു കാര്യമായതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്തതാണ്.